പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരുപക്ഷെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിയ്യപുരം പഞ്ചായത്തിലെ മുപ്പായിക്കരി മുട്ടുംപാടം എന്ന് പറയുന്ന 500 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരത്തിൻ്റെ നടുക്കാണ്. ഞാനിതുവഴി യാത്ര ചെയ്തപ്പോഴത്തേക്ക് സാധാരണ ഈ കാലത്ത് എങ്ങും കാണാത്ത തരത്തിൽ ഒരു ചക്രം പാടത്ത് വെള്ളം വറ്റിക്കുന്നതിനായി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പാടത്തേക്ക് ഇറങ്ങി. അവിടെ ഒരാൾ ഈ പാടത്തിൻ്റെ പറമ്പിൽ കൂടെ നടക്കുന്നു. അദ്ദേഹത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് മറ്റൊരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ പാടത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഒരു പക്ഷേ വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ പാടത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടത്തിൻ്റെ കർഷകനാണെന്ന് തോന്നി, ഇതിൻ്റെ ഉടമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചേട്ടന്, ഈ വരുന്ന ചേട്ടൻ, നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്താണെന്ന് പറയാമോ? ആ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തരം ഈ കാലത്ത് ഈ ചക്രം ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പരിശ്രമം നടത്തുന്നത്? ആ കണ്ണിനടിയിൽ കിടക്കുന്ന വെള്ളം ഒലിച്ചാൽ വരുന്നു. അല്ലെങ്കിൽ വലിയ സ്പീഡ് വരുന്നില്ല, ചെറിയ സ്പീഡിലേ വരുന്നുള്ളൂ കണ്ടത്തിലോട്ട്, താഴ്ച സ്ഥലത്തോട്ട്. അതിപ്പോൾ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള വെള്ളം ഇല്ല. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഊറി വരുന്ന വെള്ളമാണ് ചവിട്ടി വരുന്നത്. പക്ഷേ ഇപ്പം വെള്ളം കിടക്കുന്ന 3-4 ദിവസമായിട്ട് സൈക്ലോണിൻ്റെ കാരണം മഴ കൂടുതലുണ്ടായി. അതാണ് ഇപ്പോൾ ഈ മഴ മാത്രമേ മഴയൊന്നും മാറിയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവർ പ്രത്യേകമായ വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. 4 വശവും അല്ലെങ്കിൽ 3 വശവും പുരയിടങ്ങളാണ്. ആ പുരയിടങ്ങളുടെ നടുക്കുള്ള ഈ പാടത്ത് എപ്പോഴും വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ മഴയുടെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ വിത കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ, 8 ദിവസമായി. അപ്പോൾ ഉറവ് പറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ല അവർക്ക് ഈ വെള്ളം വറ്റിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പഴയ കുട്ടനാടിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിലുമൊക്കെ പണ്ട് വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് ഈ ചക്രം എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷേ ഇത് കാണാൻ തന്നെ ഇപ്പം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ചക്രത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞത് ഇത് ഒരാൾ ചവിട്ടുന്ന ചക്രമായി, എന്നാൽ 3 ആളുകൾ ചവിട്ടുന്ന വലിയ ചക്രങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജോലി ചെയ്യുന്നത് ഇദ്ദേഹം എവിടുത്തുകാരനാ? ഭായി, ആപ്കാ നാം ക്യാ? കബീർ. ഓക്കെ. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് തോന്നി കേട്ടോ. ഒരു പയ്യനാണ്, അദ്ദേഹമാണ് ഈ കാര്യം ചെയ്യുന്നത്. ഞാൻ ഈ വരമ്പേ കൂടെ അദ്ദേഹം നടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ കബീർ ഭായിക്കാണെന്ന് തോന്നി കേട്ടോ. വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കാണാം, വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം ഒരു കാഴ്ച കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചക്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നോട്ട് നമ്മളിപ്പോൾ ചവിട്ടുമ്പോൾ മുന്നോട്ട് വരുന്ന വെള്ളം ഒരു കാരണവശാലും അത് പുറകോട്ട് പോകില്ല. അത് ശരി. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇല എന്നാണ് പറയുന്നത്. ചക്രത്തിൻ്റെ ഇല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരില വെള്ളം തള്ളി പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇല വീണ്ടും വന്നിട്ട് ആ വെള്ളം പുറകോട്ട് പോയിരിക്കാനായിട്ട് ഒരു ലോക്കാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു ലോക്കാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇത് വളരെ 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 മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോഴും സമയം ഏകദേശം 6 മണിയോടടുക്കുന്നു. പക്ഷേ ഇപ്പോഴും ജോലി തുടരുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ പാടത്തെ ഉറവ് പറ്റേണ്ട സമയം കഴിഞ്ഞു.
വിത്ത് വിതച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം പറ്റിച്ച് സൂര്യപ്രകാശം ലഭിച്ചില്ല എങ്കിൽ വിതച്ച വിത്ത് ചീഞ്ഞു പോകാനും കിളുക്കാതിരിക്കാനും വളരാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള കബീർ ബായിയാണ് കേട്ടോ, ഒരു ചോട്ടാ ബായിയാണ്. അവൻ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കക്ഷിയാണ്. അവൻ ചവിട്ടുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയാണ്. ജോലി ചെയ്യാനായിട്ട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഏതാണെങ്കിലും ഈ കാഴ്ച ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഏതാണെങ്കിലും വലിയ സന്തോഷം. കുട്ടനാട്ടിലെ കർഷകരെ, അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ എത്രമാത്രം ബഹുമാനിച്ചാലും അവരെ എത്രമാത്രം ആദരിച്ചാലും യാതൊരു തരത്തിലും അത് മതിയാകുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 6 മണിയോടടുക്കുന്ന ഈ സമയത്തും നെൽപ്പാടങ്ങളിലെ വെള്ളം വറ്റിച്ച് വളരെ ആത്മാർത്ഥമായി കൃഷി ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന കർഷകനായ സുഹൃത്തിനും പ്രിയപ്പെട്ട കർഷക തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള പ്രിയപ്പെട്ട കബീർ ബായിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.